ഗൈസ്, ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് 3 വീഡിയോ ഉണ്ടെന്ന്. ഇതെൻ്റെ 3ാമത്തെ വീഡിയോ. ഇത് റോസ്മേരി ഓയിലാണ് സംഭവം. ഇന്നിപ്പോൾ ഞാൻ ഫുള്ള് യൂട്യൂബിൽ ആൽപ്സ് ഗുന്നതിൻ്റെ റോസ്മേരി ഓയിലിനെ പറ്റിയാണ്. ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിത് വാങ്ങിയിട്ട് 1 കൊല്ലമായി. എനിക്കത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? 2022 വാങ്ങിച്ച സാധനമാണ്. 25 വരെ യൂസ് ചെയ്യാം. 349 റുപ്പീസാണ്. 15 ml ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇതിൽ കുറച്ചുകൂടി സാധനം ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുണ്ടാവും. എനിക്ക് ഈ സാധനം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഞാൻ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എങ്ങാണ്ട് എൻ്റെ മുടി ഇങ്ങനെ ഊരി നല്ലോണം കൊഴിഞ്ഞു പോകുന്ന സമയത്ത് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം ഭയങ്കരമായിട്ട് മുടി കൊഴിഞ്ഞ സമയത്താണ് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നടന്നപ്പോൾ എനിക്ക് റോസ്മേരി ഓയിൽ നല്ലതാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ സാധനം വാങ്ങിയപ്പം ഇതിന് ഇതിങ്ങനെ ഒരു കുഞ്ഞ് ഇടിപ്പ് വെച്ചിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് കുളിക്കുന്നതിൻ്റെ മുന്നേ അപ്ലൈ ചെയ്യുന്നവരുണ്ട്, പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ട് അതങ്ങനെ വെക്കുന്നവരുണ്ട്. വാഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിത് ഉപയോഗിച്ചപ്പോൾ ഫസ്റ്റ് ഡേ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം അതായത് ഞാൻ കുളിക്കുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ മുന്നേ അതായത് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ കുളിച്ചു. പക്ഷേ കുളിച്ച് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരത്തേക്ക് ഇതിനൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ അന്ന് പിന്നെ ഷാമ്പൂ ഒന്നും ഇട്ടില്ല, കാരണം ഇത് കുറേ നേരം അപ്ലൈ ചെയ്യണമെന്നാണ്. ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞപ്പം ഏകദേശം ഞാൻ ഇട്ട് കഴിഞ്ഞ് കുളിച്ച് വന്ന് ആദ്യത്തെ കുറച്ച് സമയം എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ അത് ഒഴിവാക്കി. പിന്നെ എനിക്ക് തോന്നി ഞാൻ ഉപയോഗിച്ചതിൻ്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, എനിക്ക് വേണ്ട, അങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത്. ഞാൻ വീണ്ടും നോക്കി. പക്ഷെ അന്ന് ഇത്ര ട്രെൻഡിങ്ങിലൊന്നും അല്ല കേട്ടോ ഈ റോസ്മേരി ഓയിൽ. ഇന്നാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് പറയണത്. അങ്ങനെ ഞാൻ ഒന്ന് ഉപയോഗിച്ച് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തലവേദന വന്ന്, 2ാമത്തെ പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ എനിക്ക് തൊണ്ടവേദന വന്ന്, 3ാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് എനിക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഞാൻ ഇത് ഉപയോഗിക്കാതെ. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലൊക്കെ വരുമ്പോൾ ഇതിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പോൾ വീട്ടിൽ എപ്പോഴെങ്കിലും വരുന്നതല്ലേ, ശരി ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ കുറച്ചാക്കിയിട്ട് ഞാൻ അന്നപ്പം തന്നെ ഷാമ്പൂ ഇട്ട് കഴുകും. പക്ഷേ എനിക്കിതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗം തോന്നിയില്ലടോ. ഇപ്പം ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, എനിക്കെന്തായാലും തോന്നിയില്ല. ഇടയ്ക്ക് ഈ ബ്രാൻഡിന് ഇത് എന്താണ് വെൻഡൈന എന്നൊക്കെ പറയാം, വെൻഡൈന ഒറിജിനൽസോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. അതൊന്നും എനിക്കത്ര അറിയില്ല. പിന്നെ അന്ന് ഇതിനെത്ര 350 രൂപ ഞാൻ കൊടുത്തായിരുന്നു ഈ സാധനത്തിന്. പിന്നെ സ്പ്രേയിങ് അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി അപ്ലൈ ചെയ്യണം, ആ ഒരു ടൈപ്പ്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഓയിലുണ്ടല്ലോ, തലയിൽ തേക്കുന്ന ഓയിൽ, അതിൻ്റെ കൂടെ ഇത് മിക്സാക്കി തേക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല. അതായത് ഇപ്പോൾ അന്ന് ഞാൻ ഓയിലിൻ്റെ കൂടെ മിക്സാക്കിയിട്ട് ഞാൻ ഏകദേശം ഒരു 2 ആഴ്ചത്തോളം ഞാൻ ഉപയോഗിച്ചു. അങ്ങനെ അപ്പോഴും എനിക്ക് മുടി കൊഴിച്ചിലിനോ അതിനോ ഒരു മാറ്റവും തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉപയോഗിക്കൽ നിർത്തി. അതാണ് എൻ്റെ റോസ്മേരി ഓയിലിൻ്റെ കഥ. കാണാൻ പറ്റുന്നുണ്ടാവും, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ സ്റ്റിമുലേറ്റ്സ് ഹെയർ ഗ്രോത്ത് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എല്ലാവരും പറയണത് ഇത് ചെയ്യുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് ഹെയർ ഗ്രോത്തിന് എന്നൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വാങ്ങാൻ ഉപയോഗിക്കുക, അതിനൊന്നും ഞാൻ ഒന്നും പറയില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്തത്.